Hello guys, welcome back to my YouTube channel. This is me, your Albanian Gidi. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പക്ക ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ അൽബേനിയൻ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളൊരു വീഡിയോ. സ്റ്റുഡൻസിന് മാത്രമല്ല അൽബേനിയയിൽ വരുന്നവർക്ക് വേണ്ടൊരു വീഡിയോ ആണ്. കാരണം നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോവാണ്. അതേമാതിരി തന്നെ TRPക്ക് അപ്ലൈ ചെയ്യാനും പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ മാതിരി TRPക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് €3000 വേണം. പിന്നെ ആദ്യം ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം TRPക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ട പേപ്പേഴ്സും ആസ് എ സ്റ്റുഡൻറ്റ് അതിന് കൊണ്ടുവേണ്ട പേപ്പേഴ്സും പിന്നെ ബാങ്കിൽ വീട്ടിലെ പ്രൊസീജിയേഴ്സ് ഇതൊക്കെയാണ് ഇന്ന് പറയാൻ പോണേ. സോ ഇതിൽ വേറെ ബ്ലാ സാധനങ്ങളൊന്നുമില്ല, പക്ക ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. സോ ഞാൻ എന്തൊക്കെ എൻ്റെ പേപ്പേഴ്സ് എടുത്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ആവശ്യം വന്നത് നമ്മുടെ നാട്ടിലെ പാൻ കാർഡ്, നമ്മുടെ പാസ്പോർട്ട്, പിന്നെ വിസയുടെ ഒരു കോപ്പി, പിന്നെ അക്കോമഡേഷൻ്റെ ഒരു കോപ്പി, അക്കോമഡേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അൽബേനിയൻ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ നമ്മുടെ ഇങ്ങനെയുണ്ട്, അത് ആവശ്യം വന്നു. പിന്നെ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസും. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ചില ബാങ്കിൽ ഇപ്പോൾ നമ്മൾ പോയ ബ്രാഞ്ചിൽ ചോദിച്ചു എൻ്റെ പാസ്പോർട്ടും പിന്നെ ഫാദേഴ്സ് നെയിം ചോദിച്ചപ്പോൾ അവർക്ക് അതിൽ ചില ഡൗട്ട് വന്നു. കാരണം അവർ ആദ്യമായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൈയോടെ വീട്ടിൽ വിളിച്ചിട്ട് എൻ്റെ ഫാദറിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി അവർ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ആ സർനെയിമും ഫാദേഴ്സ് നെയിമിലും ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയറായി. പിന്നെ നമ്മുടെ ഇൻഷുറൻസ് നമ്പർ ചോദിക്കും. അത് ശരിക്കും ടാക്സ് നമ്പറാണ്, അതായത് നമ്മുടെ പാൻ കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്, അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളൂ. നമ്മുടെ പേര്, സർനെയിം, പിന്നെ ഫോൺ നമ്പർ, അൽബേനിയൻ ഫോൺ നമ്പർ, മെയിൽ ID, അതേമാതിരി തന്നെ അതിൽ കറണ്ട് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചില അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ ഇന്ത്യൻ അഡ്രസ്സ് അതിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്, ആദ്യം ഇന്ത്യൻ അഡ്രസ്സ് എഴുതാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കൂടുതൽ ജോസിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് കമ്പയർ ചെയ്തപ്പോഴാണ് ഇന്ത്യൻ അഡ്രസ്സല്ല, നമ്മൾ ഇവിടുത്തെ താമസിക്കുന്ന അഡ്രസ്സാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ക്ലാരിറ്റി വന്നു, ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കറണ്ട് അഡ്രസ്സ് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലത്തെ അഡ്രസ്സല്ല, നമ്മുടെ ഇവിടുത്തെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. സോ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമുള്ളൂ. അത്ര വലിയ പാനിക് ആവാനോ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സോ പിന്നെ അതെ, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് കാര്യം കഴിഞ്ഞു. അപ്പോൾ TRPയുടെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം നമുക്കിപ്പോൾ കോളേജിലേക്ക് പോകേണ്ട കാര്യം കൾച്ചറൽ ഇവൻ്റ് ഉണ്ട്. സോ അത് ഞാൻ വേറെ അടുത്ത് നമ്മുടെ ഒരു വ്ളോഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വേറെ കുറേ ബ്ലാ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. TRPയുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുള്ള വീഡിയോ ഞാൻ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ബൈ. അടുത്തൊരു വീഡിയോ വരെ സ്റ്റേ ട്യൂൺഡ്.